സോ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് റെഡീം കോഡും അതുപോലെ ക്യാഷ് കൊണ്ട് ഒരു ക്യാഷും ആമസോൺ വൗച്ചേഴ്സൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഇതുപോലെയുള്ള ആപ്പുകൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ആപ്പിനകത്ത് നമുക്കൊന്നും കൂടി ഈസിയാണ് ഏൺ ചെയ്യാനായിട്ട്. ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുറച്ച് ട്രിക്സും അല്ലെങ്കിൽ ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 50 രൂപയെങ്കിലും മിനിമം നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു ആപ്പ് യൂസ് ചെയ്തും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് ഞാനും ഏൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന എല്ലാവർക്കും നല്ലൊരു എമൗണ്ട് ഈ ഒരു ആപ്പിൽ നിന്ന് ഡെയിലി ഏൺ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് ഇന്ന ഒരു ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതുമായിരിക്കും. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഗിവ് അവേ ഉണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം താഴെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു വീഡിയോക്ക് ഒരു 500 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് ചെയ്യുന്ന ഇതിലൊരു കമൻറ്റിനെ റാൻഡമായിട്ട് വിന്നറായിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം 100 രൂപേൻ്റെ റെഡീം കോഡ് റിവാർഡായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗിവ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനി ഓരോന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മൾ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് വരുമ്പോൾ ആപ്പിൻ്റെ പേര് സോൾവാനൈറ്റ് 2 എന്നാണ്. അപ്പം ഓൾഡ് യൂസേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പുതിയൊരു ആപ്ലിക്കേഷനാണ്, പണ്ടുള്ള ആപ്പല്ല. 2 എന്ന് പറയുന്നത്, അതായത് സോൾവാനൈറ്റ് 2 എന്ന് പറയുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഇനി താഴെ ലിങ്കിൽ പ്രശ്നം പ്ലേ സ്റ്റോറിലോട്ട് പോകുമ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്താൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറയും, അക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ പ്രസ് ചെയ്യാൻ നിങ്ങൾ അതിലൊരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ആപ്പിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആപ്പിൽ ഞാൻ എങ്ങനെ റെഡീം ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റിലുള്ള റെഡീം ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഗൂഗിൾ പ്ലേ റെഡീം കോഡ്, ആമസോൺ വൗച്ചേഴ്സും UPI ക്യാഷ് അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ആണല്ലേ. ഞാനിപ്പോൾ ഒരു 15 രൂപേൻ്റെ റെഡീം കോഡ് എൻ്റെ നെയിമും മെയിൽ ID എൻ്റർ ചെയ്ത് ഇവിടെ നിന്ന് റെഡീം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ റെഡീം ചെയ്താലേ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുള്ളൂ. എങ്കിലാണ് നമുക്ക് അത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഞാനിപ്പോൾ ഒരു 15 രൂപേൻ്റെ റെഡീം കോഡ് ലൈവായിട്ട് റെഡീം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വേറെ 2 പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. ആൻഡ് നമ്മൾ 15 രൂപേൻ്റെ റെഡീം കോഡും പെൻഡിങ് ആണ്. ഇനി ഒരു ആപ്പിനെ പറ്റി പറയാം. ആപ്പിൽ നമുക്ക് കോയിൻസാണ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ആ ഈ കോയിൻസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും 7 രൂപ ഈ ഒരു ആപ്പിൽ സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. താഴെ ലിങ്കിൽ കൂടെ കയറുന്ന എല്ലാവർക്കും 7 രൂപ സൈനപ്പ് ബോണസ് കിട്ടും. മിനിമം റെഡീം എന്ന് പറയുന്നത് വെറും 15 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്പിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റാൻ നോക്കാം. സോ ആദ്യം തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ഓഫർ പ്രോ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. പിന്നെ അടിയിലോട്ട് വന്നാൽ നമുക്കാണെങ്കിൽ പ്ലേ ടൈംസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി ടാസ്കുകളുണ്ട്. പിന്നെ ഇവിടെ ഓഫർ വാളുകൾ അവൈലബിൾ ആണ്. പല കമ്പനികളുടെ ഓഫർ വാളുകളുണ്ട്. അപ്പോൾ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സർവേ കംപ്ലീറ്റ് ചെയ്യേണ്ടവർക്കും സർവേ കംപ്ലീറ്റ് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റെഫർ ചെയ്ത് ഏൺ ചെയ്യേണ്ടവർക്ക് റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ ലീഡർ ബോർഡ്, റാങ്കിങ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് പോകുന്ന എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂപ്പർ ഓഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറേ കാലമായി നമ്മൾ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് അത്യാവശ്യം അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ജംസ് വേണം. 24 ജംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൂപ്പർ ഓഫർ അൺലോക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 4000 കോയിൻസിൻ്റെ അടുത്ത് അവിടെ നിന്ന് ക്ലെയിം ചെയ്യാം. 3800 സംതിങ് ഓക്കെ, ഒരു ഓൾമോസ്റ്റ് റൗണ്ട് ആക്കി 4000 കോയിൻസ് എന്ന് പറയാം. 4000 കോയിൻസിൻ്റെ അടുത്ത് അവിടെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആ ഒരു പിങ്ക് കളറിലെ ജംസ് വേണം. ആ ഒരു ജംസ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു പ്ലേ ഗെയിമിൽ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റത്തെ ആൻസർ മാത്രം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ റാൻഡായിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഗെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു ഗെറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ആഡ് വാച്ച് ചെയ്യണം. ആഡ് വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആഡ് വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ 24 ആഡ് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആഡിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് ആയിരിക്കും കൂടുതൽ നമുക്ക് വരുന്നുണ്ടാവാം. അത് പെട്ടെന്ന് പ്ലേ ചെയ്ത് തീർക്കുക. ഒരു 4-5 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കത് പ്ലേ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു പ്ലേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആഡ് ക്ലോസ് ആവും. അപ്പോൾ തന്നെ ആ ഒരു ജംസ് കിട്ടും. ഞാനിപ്പോൾ അടുത്തതും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് ആ ഒരു പസിൽ ജസ്റ്റ് സോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം എത്ര പെട്ടെന്നാണ് ഒരു സംഭവം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം ഞാൻ ഒരുപാട് കാലം ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നു, ഇതുപോലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒരു 2-3 തവണ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ പിന്നെയും അതുപോലെ തന്നെ ആഡ് വാച്ച് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെയും ആ ഒരു സെയിം പസിൽ തന്നെയാണ് വന്നത്. ചിലപ്പം സെലക്ട് ചെയ്യാനുള്ള ആഡ്സ് അങ്ങനെ പല കൈൻഡ് ഓഫ് പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് വരാറുണ്ട്. അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ കാണുക. ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യുമ്പം
നമുക്ക് ഇതുപോലെ അല്ലാത്ത വീഡിയോ ആഡ്സുകൾ വരും. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ആഡ് നിങ്ങൾ കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഞാനിപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. അത് ചിലപ്പോൾ ഒരു 30 സെക്കൻഡൊക്കെ ഉണ്ടാവും ആഡ്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ ഇതുപോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തു, എന്നിട്ട് പിന്നെയും സോൾവാനായിട്ട് എടുത്തു. എന്നിട്ട് പിന്നെയും ആ ഒരു പ്ലേ ഗെയിംസിൽ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റത്തെ ആൻസർ മാത്രം കറക്റ്റ് ആക്കി പിന്നെ ബാക്കി രണ്ടും എന്തെങ്കിലും സെലക്ട് ചെയ്ത് ഗെറ്റിൽ പ്രസ് ചെയ്തു. അപ്പോൾ പിന്നെയും ഇതുപോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് തന്നെ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ആഡ് റീഫ്രഷ് ആയതിനു ശേഷം ഇതുപോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആഡ്സ് വരും. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് ജംസ് അവിടെ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 24 ജംസ് ഞാൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോ അങ്ങനെ കളക്ട് ചെയ്തു. അതിനുശേഷം നേരെ നമ്മൾ സൂപ്പർ ഓഫറിലോട്ട് തന്നെ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺലോക്ക് ഓഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സെറ്റിംഗ്സിലോട്ടും ഒരു പെർമിഷൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറേ കാലമായി ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പെർമിഷൻ ചോദിക്കാത്തത്. എനിവേ ഓഫർ അൺലോക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കംപ്ലീറ്റ് ഓഫറിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല, നമുക്ക് ഒറ്റയടിക്കല്ല ഈ ഒരു 4000 ഓഫർ കളക്ട് ചെയ്യാൻ പറ്റുക. സ്റ്റെപ്പായിട്ടാണ് കളക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് ആദ്യ സ്റ്റെപ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് വാച്ച് ആഡ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡിലുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് 2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കോയിൻ കിട്ടും. ഇപ്പോൾ ആഡിൽ ഇൻസ്റ്റാൾ ബട്ടൺ ഉള്ളതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ പ്രസ് ചെയ്തു, അല്ലെങ്കിൽ ആഡിൻ്റെ മുകളിൽ പ്രസ് ചെയ്താലും മതി. അപ്പോൾ പ്ലേ സ്റ്റോറിലോട്ട് വരുമ്പോൾ അവിടെ ഞാൻ ആ ഒരു ആഡിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 2 മിനിറ്റ്, 2 അല്ല ഒരു 3 മിനിറ്റ് ഞാൻ ഈ ഒരു ആഡിലുള്ള ആപ്പും ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വീഡിയോ കാണിച്ചു തരാം. സോ അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച് നമ്മൾ ആപ്പിലോട്ട് വന്ന് ആ ഒരു ആഡ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കായി പോയിട്ടുണ്ടെങ്കിലും സീനൊന്നുമില്ല, ജസ്റ്റ് സൂപ്പർ ഓഫർ ഒന്നും കൂടെ എടുത്താൽ മതി. അപ്പോൾ ക്ലൈം റിവാർഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു ക്ലൈം റിവാർഡിൽ പ്രസ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് കോയിൻസ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആഡിലുള്ള ആപ്പിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ കോയിൻസ് ഇവിടെ കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് 768 കോയിൻസ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എനിക്ക് കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും ഓൾമോസ്റ്റ് ആ ഒരു 4000 കോയിൻസ് നമുക്ക് ക്രെഡിറ്റ് ആവാം. 4000 കോയിൻസിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഒരു 10-12 രൂപേൻ്റെ എടുത്ത് തരും. ഓരോ ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ 12 രൂപ കിട്ടും. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാനാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഞാൻ ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹോം ഇൻ്റർഫേസ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഈ ഒരു ആപ്പിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സബ്മിറ്റ് പ്രൂഫിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവരിത് അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ സ്ക്രീൻഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ അൺലോക്ക് ആവും. അത് ജസ്റ്റ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ആപ്പിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓഫർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് ഓൾറെഡി അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് അൺലോക്ക് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുവരെ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും ആ ഒരു ജംസ് കളക്ട് ചെയ്യുക. അടുത്ത ഓഫർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ എന്തായാലും ബാക്ക് അടിക്കുന്നുണ്ട്. ഇനി കോയിൻ ആഡ് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. പോയിൻ്റ് ഹിസ്റ്ററി ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സൂപ്പർ ഓഫർ എന്ന് പറയുന്ന പേരിൽ ആ ഒരു കോയിൻസ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 2 കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 2 തവണയായിട്ട് കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ വരിക, ആഡ്സ് വാച്ച് ചെയ്യുക, ആ ഒരു ജംസ് കളിക്കാം. ഇപ്പോൾ വേറെ പസിലാണ്, പക്ഷേ വിഷയമൊന്നുമില്ല, പസിൽ പോലെയുള്ള ആഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതും പെട്ടെന്നൊന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് തന്നെ ഓരോ ആഡുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ജംസ് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 23 ഞാൻ ജംസ് ഇവിടുന്ന് 23 ജംസ് ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് സൂപ്പർ ഓഫർ എടുക്കുന്നുണ്ട്. അടുത്ത ഓഫർ അവിടെ അൺലോക്ക് ചെയ്യാണ്. വാച്ച് ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നു, ആഡ് വന്നു. ആഡിൽ ഇൻസ്റ്റാൾ ബട്ടണിലൂടെ ഇൻസ്റ്റാൾ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ആഡിലുള്ള ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നേരത്തെ പോലെ 2-3 മിനിറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്ക് അടിച്ച് ജസ്റ്റ് ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾ ക്ലൈം റിവാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രസ് ചെയ്തു ആ ഒരു കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് അടിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും 2 ഓഫേഴ്സ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പും നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പും 2 പേരിൽ അവിടെ ഓഫേഴ്സ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷനും അൺലോക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സബ്മിറ്റിൽ പ്രസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അതും അപ്രൂവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 കംപ്ലീറ്റ് ചെയ്ത് മൊത്തം ആ ഒരു ഓഫറിൻ്റെ 4000 കോയിൻസും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ അപ്പോഴത്തേക്കും അടുത്ത ഓഫർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം മിനിമം നിങ്ങൾ ഒരേ സമയം ഒരു 5 ഓഫറെങ്കിലും സ്റ്റാർട്ട് ചെയ്താലാണ് നിങ്ങൾക്കൊരു 50 രൂപയെങ്കിലും ഡെയിലി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പം ആ ഒരു ഓഫർ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 12 രൂപേൻ്റെ അടുത്ത് കിട്ടും. എനിവേ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്തപ്പം സ്ക്രീൻഷോട്ട് 2നും അപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പ് 3 അൺലോക്ക് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് 3 ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ആപ്പ് അതായത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ആ ഒരു ഓപ്പണിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് നേരെ ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക.
അതിനുശേഷം ബാക്ക് വരാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചും എന്നിട്ട് നേരെ ബാക്ക് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ക്ലൈനോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കോയിൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 5ഉം 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പം രണ്ടാമത്തെ ആപ്പിൻ്റെതും ജസ്റ്റ് സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓപ്പൺ ആപ്പിൽ പ്രസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം ബാക്കിൽ വന്ന് ആ ഒരു ക്ലൈമിൽ പ്രസ് ചെയ്ത് ആ ഒരു കോയിൻസും ക്ലൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 5ഉം കംപ്ലീറ്റ് ചെയ്തും ഓൾമോസ്റ്റ് ഒരു 4000 കോയിൻസ് ഒരു ഓഫറിൽ നിന്ന് ക്ലൈം ചെയ്തെടുക്കാൻ പറ്റും. അത് ആ ഒരു സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഡെയിലി നിങ്ങൾ മിനിമം ഒരു 5 ഓഫറെങ്കിലും സ്റ്റാർട്ട് ചെയ്തിടാനായിട്ട് നോക്കാം. അങ്ങനെയാണ് 50 രൂപ എങ്ങനെ പോലും നിങ്ങൾക്ക് ഡെയിലി ഒരു ആപ്പിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സൂപ്പർ ഓഫർ എന്ന് പറയുന്ന പേരിലാണ് കൂടുതൽ കോയിൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ആഡൊക്കെ എങ്ങനെ ഈസി ആയിട്ട് എടുക്കാമെന്നുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഇനി റെഡീം ഓപ്ഷനൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം റെഡീം ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റെഡീം കോഡ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് റെഡീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 7 ദിവസം വരെ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് ടൈം എടുക്കും. ചിലപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 7 ദിവസം വരെ എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ വൗച്ചേഴ്സ് ആയിട്ട് റെഡീം ചെയ്താൽ 24 ഹവേഴ്സിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ റെഡീം കോഡായാലും ആമസോൺ വൗച്ചറായാലും അടിയിൽ ഇതുപോലെ റെഡീം എന്ന് പറഞ്ഞ് കാണിക്കും റെഡീം ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ ആ ഒരു റെഡീമിൽ പ്രസ് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിലോട്ടും അവിടെ നിന്ന് ആ ഒരു റെഡീം കോഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് ആ ഒരു കോഡ് കോപ്പി ചെയ്യാൻ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് 101 രൂപയാണ് പ്ലേ സ്റ്റോർ വാങ്ങിച്ചത്. അടിയിലുള്ള റെഡീം കോഡിൽ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ റെഡീം കോഡ് നേരോടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കൺഫേമിൽ പ്രസ് ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ പ്ലേ സ്റ്റോർ വാലൻസിലൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ആപ്പ് യൂസ് ചെയ്ത് റെഡീം കോഡ് കൊണ്ടിരിക്കുക റെഡീം കോഡും ആമസോൺ വൗച്ചേഴ്സ് കൊണ്ടിരിക്കുക അതും ക്യാഷ് കൊണ്ടിട്ട് ക്യാഷൊക്കെ എടുക്കാനായിട്ട് പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ അതിൻ്റെ ആണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഗിവിൽ ജസ്റ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കാം. എന്തായാലും ഇതിലും മികച്ച ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. വരെ ബൈ ഗായ്സ്.